അത് ഞാൻ അനിൽ ബോസിലേക്ക് പോകുന്നു. അനിൽ ബോസ്, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയെക്കുറിച്ച് കോൺഗ്രസിന് പറയാൻ ബാധ്യതയില്ല എന്ന പ്രതികരണം നേതാക്കളിൽ നിന്ന് കേട്ട് കഴിഞ്ഞു. പക്ഷേ 10ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത്, പുറത്തേക്കിറങ്ങാത്തത് ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ്. അതും കർണാടകത്തിലെ തലമുതിർന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയാണ് ആ ഒളിയിടം ഒരുക്കുന്നതിൽ സഹായിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതോടെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? അഡ്വക്കേറ്റ് അനിൽ ബോസ്. അടിയന്തരമായി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജിവെച്ച് വേറെ പണിക്ക് പോകണം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ആക്ഷേപം ഉയർന്നു വന്നാൽ അത് പാർട്ടി ചുമക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി ആവശ്യപ്പെട്ട് അദ്ദേഹം രാജിവെച്ചത്. അതുകൂടാതെ ആ വിഷയ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്, അതിനുശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പരാതിക്കാരില്ല, കേസില്ല. കേസ് അന്വേഷിച്ച ഏജൻസികളുടെ ഭാഗത്തുനിന്നും പബ്ലിക്കിന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്നിരിക്കെ വളരെ കൃത്യമായ നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു. പിന്നെ ഒരു ഊമക്കത്ത് പരാതിയായി വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് അത് DGPക്ക് കൈമാറി. രാഷ്ട്രീയ ഉത്തരവാദിത്തം, ധാർമ്മിക ഉത്തരവാദിത്തം വളരെ കൃത്യമായി നിർവഹിച്ചു. നിലവിൽ ഒരു MLA ആയാലും ഒരു വ്യക്തിയായാലും ഇത്രയും വലിയൊരു ആരോപണമുണ്ടായി, അത് എന്ത് പ്രോട്ടോകോൾ ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ അവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരം ആരുടെ കയ്യിലാണ്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണോ എടുക്കേണ്ടത്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, കേരളത്തിലെ പോലീസാണ്. അവരെടുത്തില്ലെങ്കിൽ അത് അവരോട് ചോദിക്കാം. കോൺഗ്രസിൽ നിന്നും ഒരാളുടെ പോലും സഹായമില്ല രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയാനാകുമോ? സംശയം എന്താ കാര്യത്തിൽ? കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോഴും ഒറ്റക്കെട്ടായ തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. വ്യക്തിപരമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ പ്രതീക്ഷയോടുകൂടി കേരളവും കോൺഗ്രസും നോക്കിക്കണ്ട ഒരു ചെറുപ്പക്കാരൻ, വളരെ നന്നായി മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു യുവ നേതാവ്, അത്യാവശ്യം ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു നേതാവ്, ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ സങ്കടമാണ്. വ്യക്തിപരമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എനിക്ക് ദുഃഖമുണ്ട്. ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നതിന് സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് വളരെ പ്രയാസമുണ്ട്. കാരണം ഏറെ സ്നേഹത്തോടുകൂടി നോക്കിക്കണ്ട ഒരു ചെറുപ്പക്കാരന്റെ പതനം വളരെ സങ്കടകരമാണ്. ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഇനി വരാനിരിക്കുന്നു എന്ന പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടിയിലെ ഒരു യുവ നേതാവിനെതിരെ ഇത്തരം ആരോപണം ഉയർന്നു വരുമ്പോൾ പ്രതിസന്ധിയിലാകുക സ്വാഭാവികമല്ലേ? ആ ആക്ഷേപത്തിൽ സങ്കടമുണ്ടാകുക സ്വാഭാവികമല്ലേ? ഞങ്ങൾ സ്നേഹിച്ചവരാകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സങ്കടമുണ്ടാവില്ലേ? ഞങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, തിരുത്തണം. പക്ഷെ ഇത് നമ്മുടെ ഒരു നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ. നമുക്കറിയില്ല ഇതിന്റെ ശരിയായ വശങ്ങൾ ഏത് എന്ന്. നമുക്കിതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൽ പരാതിക്കാരി ആര്, ഇനി ഏതെങ്കിലും ഇരകളുണ്ടോ എന്നെനിക്കറിയില്ല. അതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരോപണ വിധേയനുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് ഒറ്റ വാക്കിൽ തള്ളിപ്പറയാം. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന സെപ്റ്റംബർ 15 തലേന്ന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ നിലപാട്, പാർട്ടി നിലപാട് എടുത്തതിന്റെ സാഹചര്യം അതെല്ലാം വിശദമാക്കിയിട്ടുണ്ട്, ഒന്നൊന്നായി എഴുതിയിട്ടുണ്ട്. ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകനെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ എന്താണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്? പാർട്ടിക്കാരനാണെങ്കിൽ, പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ. ഇപ്പം നമ്മുടെ ഈ കാലത്ത് പുതിയ കാല രീതി അനുസരിച്ച് സൈബർ ഇടങ്ങളിൽ ഒരുപാട് ചർച്ചകൾ ഉയർന്നു വരും. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ആളുകൾ വരും. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തീപ്പൊരി പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തകൻ പ്രതിരോധത്തിലാകുമ്പോൾ പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും അണിയറയിലും സംരക്ഷിക്കാൻ ശ്രമിക്കുക രാഷ്ട്രീയ ധാർമ്മികതയുടെ, അവരുടെ സ്നേഹത്തിന്റെ, ഒരു വാത്സല്യത്തിന്റെ ഭാഗമാണ്. ഒരു സഹപ്രവർത്തകൻ ഇതാ പിടിക്കപ്പെടുന്നു, അല്ലെ ദോഷം ചെയ്തിരിക്കുന്നു, അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ലാത്ത ഒരു വിഭാഗം ആളുകൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്ന സുഹൃത്തുക്കളോട്, അദ്ദേഹത്തിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ എഴുതുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല. നിങ്ങൾ ഈ പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് ഒരു സെക്കൻഡ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിന് അതിന്റേതായ കാതലായ കാര്യങ്ങളുണ്ടാവും. ഇനി അത് വെയിറ്റ് ചെയ്ത് ക്ഷമാപൂർവ്വം ഇരുന്ന് തനിക്കെതിരെ പരാതിയില്ലെങ്കിൽ, താൻ ചെയ്ത തെറ്റില്ലെങ്കിൽ, തനിക്കെതിരെ ഒരു പോലീസ് നടപടിയില്ല എങ്കിൽ അതിന് കൃത്യമായി തിരിച്ചു വരാനുള്ള സംഘടനാ നടപടികൾ ഏത് പാർട്ടിയിലും ഉണ്ടല്ലോ. അതിന് കാത്തിരിക്കുന്നതിന് പകരം നേതാക്കളെ തിരിച്ചു വരാനുള്ള വഴി അങ്ങനെ ഒരു ആലോചനയുണ്ട് അല്ലേ?
അല്ലല്ല, ഞാൻ ഇത് സ്മൃതി ചർച്ചയിൽ ഞാൻ പറയുന്നതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എന്നെ സസ്പെൻഡ് ചെയ്താൽ ഞാൻ ഈ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വിധേയമായി, പാർട്ടി ചെയ്യുന്ന നടപടികൾക്ക് വിധേയമായി നിൽക്കണം. എന്നിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്തുക, താൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ആരോപണ വിധേയൻ ഞാനാണെങ്കിൽ അപ്പോൾ കേസ് വരുന്നതിന് മുമ്പ്, പരാതി വരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെട്ടത് എന്താണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്? അങ്ങനല്ല, ഞാൻ പറഞ്ഞത് പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു ചർച്ച ഉയർന്നു വരുന്നു. ഒരു യുവ നേതാവിനെതിരെ ആക്ഷേപം വരുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരാൾക്കെതിരെ ആക്ഷേപം വരുന്നു. ആ ആക്ഷേപത്തിൽ അതിന്റെ ശരിതെറ്റുകൾ എന്തുവാകട്ടെ, ധാർമ്മികത ഉയർത്തി നിലപാടെടുക്കാൻ പറയുന്നു. ആ നിലപാടെടുത്തു. രാഹുൽ ആ നിലപാടെടുത്തല്ലോ. രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നമ്മളാരും നിർബന്ധിച്ച് രാജിവെച്ച് ഒപ്പിടുവല്ലോ. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം വളരെ കാർക്കശ്യത്തോടുകൂടി നിലപാടെടുത്തു. അതിനുശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതും അംഗീകരിച്ചു. പിന്നീട് നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങളും കോലാഹലങ്ങളും ഈ വിഷയത്തിൽ കാമ്പുണ്ടാകട്ടെന്ന്, ഒരു പരാതി ഉണ്ടാകട്ടെ, പരാതിക്കാരി ഉണ്ടാകട്ടെ, കേസ് ഉണ്ടാകട്ടെ, കേസ് ഉണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാൾക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കുക, അയാളെ ശിക്ഷയ്ക്ക്, അയാളെ തൂക്കിക്കൊല്ല്. ഞങ്ങൾ യോജിക്കുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അകത്ത് നിൽക്കുമ്പോഴും പുറത്ത് നിൽക്കുമ്പോഴും ഒരേ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി രാഹുൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ, അതിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം അതനുസരിച്ചിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ എന്നാണോ, അതോ കേസിന്റെ അന്തിമമായ തീർപ്പ് വരട്ടെ എന്നാണോ? എന്ന് പറഞ്ഞില്ല. കോടതി നടപടിയെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണ്? അന്തിമ നടപടിയെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണ്? ആരോപണം ഉയർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ അതല്ല. ഏതൊരു വ്യക്തിക്കുമെതിരെ നടപടി വരുമ്പോൾ നിങ്ങൾ അതിനെ ഡൈവേർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്കെതിരെ ഒരാരോപണം വന്ന് എന്റെ പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്യുന്നു എങ്കിൽ, ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശബ്ദനായി നിന്ന് പാർട്ടിയെ ഫോളോ ചെയ്ത് എനിക്ക് സമയമെടുത്ത് ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തണം. അതിനപ്പുറമുള്ള ചർച്ചകളും സംവാദങ്ങളും ഒരിക്കലും ഒരു പൊതുപ്രവർത്തനം ചേരില്ല എന്നതാണ് എന്റെ ഒരു പരാതിയിലാണ് എഫ്ഐആർ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ പരാതി എഫ്ഐആർ ഉണ്ട്, അതിൽ മൊഴി കിട്ടുന്നേ ഉള്ളൂ. വേറെയും പരാതികളുണ്ട്. ഇത് 1ഉം 2ഉം കേസല്ല എന്ന് അങ്ങേക്ക് കൂടി ബോധ്യമുള്ള കാര്യമാണ്. അല്ലാതെ ഒരു നേതാവിനെ അങ്ങ് തീർക്കാൻ വേണ്ടി കുറെ പെൺകുട്ടികൾ ഒരുമിച്ചങ്ങ് ഇറങ്ങില്ലല്ലോ. അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലല്ലോ. നമ്മൾ കേൾക്കുന്ന ശബ്ദരേഖയുണ്ട്, കരച്ചിലുകളുണ്ട്, നിസ്സഹായതയുണ്ട്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ചില നേതാക്കളെങ്കിലും, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ അടൂർ പ്രകാശിനെ പോലുള്ള ചില നേതാക്കൾ ഈ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വരെ കാത്തുനിന്നു. അതിനുശേഷം ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.